ഹായ് ഫ്രണ്ട്സ്, ഹോംലി മിൽക്കോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ബ്രെഡ് ഫ്രൈ ആണ്. വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് ചായ തിളച്ച് വരുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 സ്ലൈസ് ബ്രെഡ് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടിയിട്ട് ഒരു സ്പൂണോ ബീറ്ററോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ച് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഈ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. കുറച്ചുകൂടി ക്രിസ്പിനെസ് വേണമെങ്കിൽ ഇതേ പീസ് വീണ്ടും എഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ ഒരു വട്ടം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ബ്രെഡ് ഫ്രൈ മറ്റു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടോ ആണോ റെഡിയാക്കുന്നതെങ്കിൽ മുട്ടയുടെ കൂടെ കുറച്ച് പഞ്ചസാര മാത്രം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് സ്ലൈസ് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ബ്രെഡ് പീസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ച ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഒരു 30 സെക്കൻഡ് മാത്രം മതിയാവും റെഡിയായി വരാനായിട്ട്. 30 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മറിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് മറിച്ചിട്ട് കൊടുത്താൽ വീണ്ടും ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ അടുത്ത സൈഡ് കൂടി ഫ്രൈ ചെയ്ത് റെഡിയായി കിട്ടും. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കോരി മാറ്റുന്ന സമയം കൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സിമ്പിൾ ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളാണല്ലേ, വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇത് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.